BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. കോലാനി, തൊടുപുഴ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഗവിയിലെ യുവതിയുടെ മരണം കൊലപാതകം, പ്രതി കുറ്റം സമ്മതിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാറാണ് 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിച്ചത്. ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്ന വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളെ തീർത്തും പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് കോതമംഗലം മുൻ MLA ആന്റണി ജോൺ. അമിത ലോഡുമായി എത്തിയ പിക്കപ്പ് ജീപ്പ് തൊടുപുഴ ആശീർവാദ് തിയേറ്ററിന് മുൻപിലെ കയറ്റത്തിൽ അപകടത്തിൽപ്പെട്ടു. തടിയുമായി കയറ്റം കയറിയെത്തിയ പിക്കപ്പ് ജീപ്പിന്റെ മുൻഭാഗം ഉയരുകയും തടിക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുകയുമായിരുന്നു. പള്ളിക്കുന്ന് പഞ്ചായത്ത് LP സ്കൂളിൽ വായനാ ദിനാഘോഷം നടന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗവിയിലെ യുവതിയുടെ മരണം കൊലപാതകം, പ്രതി കുറ്റം സമ്മതിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാറാണ് 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിച്ചത്. ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വാക്കുതർക്കത്തിനിടെ പിടിച്ചു തള്ളിയപ്പോൾ തല കല്ലിലിടിച്ച് മരണപ്പെട്ടു എന്നാണ് മൊഴി. ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കുമളി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. പത്തനംതിട്ട ഗവിയിൽ അംഗൻവാടി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. പിടിയിലായ പ്രതി കുറ്റം സമ്മതിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാറാണ് 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിച്ചത്. ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വാക്ക് തർക്കത്തിനിടെ പിടിച്ചു തള്ളിയപ്പോൾ തല കല്ലിലിടിച്ച് മരണപ്പെട്ടു എന്നാണ് പ്രതിയുടെ മൊഴി. യുവതിയെ നേരത്തെ പരിചയമുണ്ടെന്നും കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇടുക്കി കുമളി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. രാവിലെ അംഗൻവാടിയിലേക്ക് പോകുന്നതിനിടയിൽ യുവതി കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് വാക്കുതർക്കം ഉണ്ടായതെന്നും ഇയാൾ മൊഴി നൽകി. ദൃക്സാക്ഷി പോലീസിന് നൽകിയ വിവരമാണ് വഴിത്തിരിവായത്. പ്രതികളിൽ ഒരാൾ പത്തനംതിട്ട ഗവി റൂട്ടിൽ കുമളി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായാണ് ദൃക്സാക്ഷി നൽകിയ വിവരം. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ ബസ് തടഞ്ഞാൽ പ്രതിയെ കിട്ടുമെന്നും വിവരം ഇയാൾ നൽകിയിരുന്നു. 4 പേർ ചേർന്ന് യുവതിയെ വനത്തിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയെന്നാണ് പോലീസിന് ദൃക്സാക്ഷി നൽകിയ മറ്റൊരു വിവരം. ഗവിയിലെ മീനാർ 3 ഷെഡ് വളവിൽ നിന്നാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ വീട്ടിൽ നിന്നും അംഗൻവാടിയിലേക്ക് പുറപ്പെട്ട യുവതിയുടെ മൃതദേഹം തോട്ടിൽ കിടക്കുന്ന നിലയിലായിരുന്നു. 32കാരിയായ യുവതി അംഗൻവാടിയിലേക്ക് എത്താത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടയിൽ വസ്ത്രങ്ങൾ കീറിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ. ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്ന വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളെ തീർത്തും പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് കോതമംഗലം മുൻ MLA ആന്റണി ജോൺ. പിണ്ടിമന പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിയിൽ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിജു പി നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം താലൂക്കിലെ വേട്ടാമ്പാറ, കുളങ്ങാട്ടുകുഴി, ഭൂതത്താൻകെട്ട് പ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ നിരന്തര ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു വരികയാണെന്ന് മുൻ MLA ആന്റണി ജോൺ. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ പുലിയും ഇറങ്ങിയതോടെ ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിലാണ്. ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്ന വനമന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളെ തീർത്തും പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളൊന്നും ചെയ്യാതെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തോട് അവരുടെ പുച്ഛഭാവത്തോടു കൂടി അവരോട് മറുപടി പറയുന്ന ഒരു മന്ത്രിയും ആ മന്ത്രിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന കുറെ ആളുകളുമാണ് ഇന്ന് നമ്മുടെ നാടിനകത്തുള്ളത്. അവിടെയല്ല ഇത്തരം പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഇവിടെ 2 ആഴ്ച കാലമായില്ലേ, 2 ആഴ്ച കാലത്തിലേറെയായി കൊച്ചുകുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത നിലയിൽ പോലും ഈ ഒരു ആന ഇങ്ങനെ അക്രമം കാണിച്ചുകൊണ്ട് നടത്തുമ്പോൾ ഈ വനം വകുപ്പിന്റെ ടീം ഇവിടെ കേന്ദ്രീകരിക്കണ്ടേ? ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ തുരത്തുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന നടപടി സ്വീകരിക്കണ്ടേ?
നിരന്തരമായി വന്യജീവി ആക്രമണം ഉണ്ടായിട്ടും സ്ഥലം സന്ദർശിക്കാനോ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനോ നഷ്ടപരിഹാരത്തിനോ ആശ്വസിപ്പിക്കാനോ പോലും സ്ഥലം സന്ദർശിക്കാത്ത സ്ഥലം MP, MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ബന്ധപ്പെട്ട ഫോറസ്റ്റ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് പിണ്ടിമന പഞ്ചായത്തിലെ കുളങ്ങാട്ടുകുഴിയിൽ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെയും യോഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിജു P. നായർ അധ്യക്ഷത വഹിച്ചു. 1-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗവും ഒറ്റയാൾ സമര നേതാവുമായ പ്രിൻസ് ജോൺ, ലോക്കൽ സെക്രട്ടറി TC മാത്യു, ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ മെമ്പറുമായ SM അലിയാർ മാഷ്, അജിലാൽ മീരാൻ, TK കുര്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജലജ പൗലോസ്, ഷർമിന ഉബൈദ്, മുൻ മെമ്പർ മഞ്ജു എന്നിവർ പ്രസംഗിച്ചു. വേട്ടമാറ കുളങ്ങാട്ടുകുഴി പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന 1-ാം വാർഡിന്റെ മെമ്പർ പ്രിൻസ് ജോൺ 2 ദിവസമായി കുളങ്ങാട്ടുകുഴിയിൽ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തിവരികയായിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അമിത ലോഡുമായി എത്തിയ പിക്കപ്പ് ജീപ്പ് തൊടുപുഴ ആശീർവാദ് തിയേറ്ററിന് മുൻപിലെ കയറ്റത്തിൽ അപകടത്തിൽപ്പെട്ടു. തടിയുമായി കയറ്റം കയറിയെത്തിയ പിക്കപ്പ് ജീപ്പിന്റെ മുൻഭാഗം ഉയരുകയും തടിക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുകയുമായിരുന്നു. ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സമീപത്തുണ്ടായിരുന്നവർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും ആരും എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. തടികൾ പിന്നോട്ടുരുണ്ടെങ്കിലും പിറകിൽ വാഹനങ്ങളില്ലാതിരുന്നത് മൂലമാണ് കൂടുതൽ അപകടം ഒഴിവായത്. പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനം സ്ഥലത്തു നിന്നും മാറ്റിയത്. ഏറെ നേരത്തേക്ക് ഇവിടെ ഗതാഗത തടസ്സവും ഉണ്ടായി. പള്ളിക്കുന്ന് പഞ്ചായത്ത് LP സ്കൂളിൽ വായനാ ദിനാഘോഷം നടന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം അദ്ദേഹം കുട്ടികളുമായി പങ്കുവച്ചു. എല്ലാ കുട്ടികൾക്കും വായനാ ദിനത്തിന്റെ ഭാഗമായി ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ MR ബിനോജ് സ്വാഗതം ആശംസിച്ചു. സീനിയർ അസിസ്റ്റന്റ് കിഷോർ മാണി കൃതജ്ഞത രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപക അനധ്യാപകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന CMC യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെറിറ്റ് ഡേ ആഘോഷം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്തുള്ള സ്കൂളുകളും കോളേജുകളും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ദൂരപ്രദേശങ്ങളിൽ നിന്നും പുട്ടപ്പള്ളിയുടെ ദൂര ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ പുലർകാലെ ചേർന്ന് വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ നിയോജകമണ്ഡലത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തുനിന്നും ഒരുപക്ഷെ ഹൈറേഞ്ച് പ്രദേശത്തു നിന്നും പോലും ഇവിടെ ഹോസ്റ്റൽ സൗകര്യത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. സ്കൂൾ മാനേജർ സിസ്റ്റർ മെറീന CMC അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആഷ്ലി ജോസഫ്, വാർഡ് കൗൺസിലർ സിനി തോമസ്, പ്രിൻസിപ്പൽ സിസ്റ്റർ നമിത, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, PTA വൈസ് പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൽ, സ്കൂൾ ചെയർപേഴ്സൺ ആൻ തെരേസ് ലിജു, സ്കൂൾ ലീഡർ ആൻമരിയ ജിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചൂടിയൻ സ്വപ്നമുണരുന്നിതാ എന്റെ ആശകൾ
സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744066785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. വാർത്തകൾ തുടരുന്നു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ജനവാസ മേഖലയിൽ വീടിന് മുകളിൽ പുലി. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടി ഗ്രാമ്പി കോളനിയിൽ താമസിക്കുന്ന രാജദുരയുടെ വീടിന്റെ മുകളിൽ കിടന്നിരുന്ന നായയുടെ ശബ്ദം കേട്ടിരുന്നു. എന്നാൽ പ്രദേശത്ത് വന്യജീവികളുടെ ശല്യം നിലനിൽക്കുന്നതിനാൽ ഭയത്തെ തുടർന്ന് ആരും പുറത്തിറങ്ങിയില്ല. പിറ്റേന്ന് പകൽ സമയത്ത് പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ വീടിന്റെ ടെറസിന് മുകളിൽ നിന്നും കണ്ടെത്തുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടുകൂടി ഗ്രാമ്പി കോളനിയിൽ താമസിക്കുന്ന രാജദുരൈ എന്നയാളുടെ വീടിന്റെ മുകളിൽ കിടന്നിരുന്ന നായ ശബ്ദമുണ്ടാക്കിയിരുന്നു. ഈ സമയം വീടിന് മുകളിൽ എന്തോ വലിയ ശബ്ദം കേൾക്കുകയും ചെയ്തു. മേഖലയിൽ കടുവാപ്പേടി ഉള്ളതുകൊണ്ട് ആരും തന്നെ പുറത്തിറങ്ങിയില്ല. തുടർന്ന് പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സമാനമായ കാൽപ്പാടുകൾ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്നും കണ്ടെത്തുന്നത്. ഇതോടൊപ്പം തന്നെ സൺസൈഡിലും കാൽപ്പാടുകൾ കണ്ടു. തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചതനുസരിച്ച് അവർ എത്തി പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ സംഭവസ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയോ മറ്റ് നടപടികളൊന്നും തന്നെയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളും വരുമ്പോൾ ഇന്നാളും ഞാൻ പാമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാട് വെട്ടിത്തെളിക്കണം. അന്ന് ഞാൻ പറഞ്ഞിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വെട്ടിത്തെളിക്കുക. ഞാൻ ഇത്രയും നിങ്ങൾ ജീവിക്കുന്നത് മതി, ബാക്കി പുറത്തോട്ട് വേണ്ട. ഈ താമസിക്കുന്നതിനുള്ളത് നിരവധി ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിൽ രാത്രിയിലും പകലും ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു.
ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ കടക്കാൻ കാരണം തേയിലക്കാടുകൾ വനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് ഫോറസ്റ്റ് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടത്തിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 5 ഏക്കർ വിസ്തൃതിയിൽ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിവിധ ഫലവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കൃഷിഭൂമി. അറക്കുളത്ത് ജോൺസൺ മൈക്കിളിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിലാണ് ഉയർന്ന നിലവാരമുള്ള വ്യത്യസ്ത തരം കാർഷിക വിളകൾ വ്യാപിച്ചു കിടക്കുന്നത്. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരമുള്ള ഈ നഴ്സറി കേരളത്തിൽ ആകെയുള്ള 4 ദേശീയ നഴ്സറികളിൽ ഒന്നാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മൂലമറ്റം റൂട്ടിലെ അറക്കുളം 12-ാം മൈലിലാണ് പുളിക്കൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 1993 സ്ഥാപിതമായ ഈ നഴ്സറി 33 വർഷത്തിലേറെയായി വിജയകരമായി പ്രവർത്തിക്കുന്നു. നഴ്സറിക്ക് 5 ലൈസൻസ് ഉള്ളതാണ്. കേരളത്തിലെ 4 ദേശീയ നഴ്സറിയിൽ ഒരു നഴ്സറിയാണ്. ഇടുക്കിയിലെ ഏക നഴ്സറി. NHB, കോക്കനറ്റ് ബോർഡ്, റബ്ബർ ബോർഡ്, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ ഓഫ് കേരള എന്നീ 5 ലൈസൻസ് ഉള്ളതാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. റബ്ബർ, തെങ്ങ്, കമുങ്ങ്, കൊടി, കശുമാവ്, പലവർഷ തൈകൾ, റംബൂട്ടാന്, മംഗോസ്റ്റിന് എല്ലാവിധ തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ജോൺസൺ മൈക്കിളിന്റെ നിയന്ത്രണത്തിലുള്ള ഈ നഴ്സറി 5 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. റബ്ബർ, തെങ്ങ്, കമുക്, കൊടി, റംബൂട്ടാൻ, കൊക്കോ, ജാതി, കാപ്പി, ഔക്കാഡോ എന്നിവ ഉൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള കാർഷിക ഫലവൃക്ഷ സസ്യങ്ങൾ നഴ്സറിയിൽ വിൽക്കപ്പെടുന്നു. തൈകൾ ബഡ് ചെയ്യുന്നതിനാവശ്യമായ മദർ പ്ലാന്റുകൾ നഴ്സറിയിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നഴ്സറിക്ക് 5 ലൈസൻസ് ഉണ്ട്. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ, റബ്ബർ ബോർഡ്, നാളികേര വികസന ബോർഡ് എന്നിവയുടെ അംഗീകാരമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇതിനു പുറമെ കേരളത്തിലെ 4 ദേശീയ നഴ്സറിയിൽ ഒന്നാണെന്ന പ്രത്യേകത പുളിക്കൽ നഴ്സറിയെ വ്യത്യസ്തമാക്കുന്നു. ജില്ലയിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ പദവിയുള്ള ഏക നഴ്സറിയാണ് ജോൺസൺ കെട്ടിപ്പടുത്തത്. ഭാര്യ വിൻസി ജോൺസണും മക്കളായ ജോസ്മി, ജാസ്മി, ജിസ്മി, ജോബിൻ എന്നിവരും കൃഷിയിൽ പരിപൂർണ പിന്തുണയുമായി ജോൺസണൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, അറക്കുളം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് സീനിയർ, ഹിന്ദി ജൂനിയർ, ഇക്കണോമിക്സ് ജൂനിയർ തസ്തികകളിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 22 തിങ്കളാഴ്ച രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനായി ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവിയിലെ യുവതിയുടെ മരണം കൊലപാതകം, പ്രതി കുറ്റം സമ്മതിച്ചു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാറാണ് 2 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റം സമ്മതിച്ചത്. ഭരണം മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്ന വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളെ തീർത്തും പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് കോതമംഗലം മുൻ MLA ആന്റണി ജോൺ. അമിത ലോഡുമായി എത്തിയ പിക്കപ്പ് ജീപ്പ് തൊടുപുഴ ആശീർവാദ് തിയേറ്ററിന് മുൻപിലെ കയറ്റത്തിൽ അപകടത്തിൽപ്പെട്ടു. തടിയുമായി കയറ്റം കയറിയെത്തിയ പിക്കപ്പ് ജീപ്പിന്റെ മുൻഭാഗം ഉയരുകയും തടിക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുകയുമായിരുന്നു. പള്ളിക്കുന്ന് പഞ്ചായത്ത് LP സ്കൂളിൽ വായനാ ദിനാഘോഷം നടന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് രാജൻ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.